നമ്മുടെ പള്ളികള് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ എല്ലാം കാരണന്മാരായിട്ടും നമ്മളായിട്ടും നമ്മളുടെ വിയർപ്പും അധ്വാനവും കൊണ്ട് പള്ളി പടുത്തുയർത്തുന്നത്. എന്താണ് നമ്മൾ അങ്ങനെ ഒരു പള്ളി പടുത്തുയർത്തുന്നതിന്റെ കാരണം? നമ്മൾക്ക് ഇവിടെ ഒരു കൂട്ടായ്മയ്ക്കും ദൈവാരാധനയ്ക്കും നമ്മളുടേതായ എല്ലാ കൂതാശകളും പരികർമ്മം ചെയ്യുന്നത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പള്ളി സ്ഥാപിച്ച് അതിനുവേണ്ട മറ്റു കാര്യങ്ങളെല്ലാം സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ അതിന്റെ നല്ല നടത്തിപ്പിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സമയത്താണ് നമ്മളുടെ എല്ലാം ഇങ്ങനെ ഒരു വ്യഗ്രത, അതായത് ഇന്നലെ ഒരു നോട്ടീസ് ഇറങ്ങി, ആ വിവാഹം അച്ഛൻ പരികർമ്മം ചെയ്യുന്ന കൂതാശകൾ നാളെ തുടങ്ങി അത് വിലയില്ലാത്തതാവും അല്ലെങ്കിൽ അസാധുവായി ചിത്രീകരിക്കപ്പെടും എന്നുള്ള ഒരു ആദി ഇങ്ങനെ അൽമായരിലേക്ക് പടർത്തി വിടുന്നത് ഒട്ടും ശരിയല്ല. കാര്യം ഇവിടെയുള്ള ഇപ്പോ ജനാഭിമുഖം നിൽക്കുന്നവരായാലും അൾത്താരാഭിമുഖം നിൽക്കുന്നവരായാലും ഇവരുടെ എല്ലാവരുടെയും കൂടി അധ്വാനമാണ് ഓരോ ഇടവ പള്ളികളും. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഇത് കുറച്ചു പേർക്ക് മാത്രം സാധുവാകുകയും മറ്റുള്ളവർക്ക് അസാധുവായി പോവുകയും, നമ്മൾ ജനിക്കുമ്പോൾ തുടങ്ങി നമ്മളുടെ എല്ലാ കർമ്മങ്ങളും അല്ലെങ്കിൽ മരിക്കുമ്പോൾ അടക്കാനുള്ള സിമിത്തേരി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ആശ്രയിക്കാവുന്ന ഒരു ഇടമാണ് നമ്മളുടെ പള്ളി. അത് മാത്രമല്ല ഒരു കൂട്ടായ്മ, എല്ലാവരും തമ്മിലുള്ള ഒരു സ്നേഹബന്ധം, ക്രിസ്തു പഠിപ്പിച്ച ആ സ്നേഹം നമ്മൾ നിലനിർത്തുന്നത് നമ്മളുടെ പള്ളിയിൽ വെച്ചിട്ടാണ്. നമുക്ക് എല്ലാവരും കാണാനും എല്ലാവരോടും സഹകരിക്കാനും എല്ലാവരും സ്നേഹിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത്. അങ്ങനെയുള്ള അവസരം നമ്മൾക്ക് നഷ്ടപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് നമ്മളുടെ ഒരു ആദ്യം വ്യഗ്രതയും കടത്തിവിട്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് ശരിയല്ല. അങ്ങനെ നമ്മളായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഈ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ പള്ളിയും പട്ടക്കാരനും അതിനുവേണ്ട മറ്റു ചുറ്റുപാടുകളും നമ്മളിൽ നിന്ന് അടർത്തി മാറ്റുന്ന ഒരു രീതി, അല്ലെങ്കിൽ നമ്മൾക്കത് നഷ്ടപ്പെടുത്തുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു വ്യാഖ്യാനങ്ങളോ അല്ലെങ്കിൽ അതിന് തക്ക രീതിയിൽ എടുക്കുന്ന ഒരു തീരുമാനങ്ങളും ഒരിക്കലും അംഗീകരിക്കാനും പറ്റത്തില്ല. അത് നമ്മളുടെ മാനസികമായിട്ട് നമ്മളെ തളർത്തുന്നതും വിശ്വാസത്തിൽ നമ്മളെ അകറ്റി കൊണ്ടുപോകുന്നതുമാണ്. അതുകൊണ്ട് അത് ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത്. അത് സഭയ്ക്ക് നല്ലതല്ല.